എന്നെ കാണുന്നുണ്ടാ? തൊട്ടാ കാണല്ലേ? കണ്ടില്ലേ? ആ, ഞാൻ കാണാൻ വന്നതാ അമ്മാമനെ. കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ചോറുണ്ടാ? ചോറുണ്ടില്ലേ? ഇല്ലേ? വേറെന്താ വിഷമം വല്ലതും ഉണ്ടാ? എന്റെ വീടൊക്കെ ഒന്ന് കാണണം. അമ്മമ്മയുടെ വീടൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടാ? അവിടെ ആരാ ഉള്ളേ? ആരെങ്കിലും ഉണ്ടോ? പാപ്പന്മാരൊക്കെ പാപ്പനും ചെറിയമ്മയൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയണല്ലേ? അപ്പൊ അവിടെ വീട്ടിലൊന്ന് പോണെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും. അവരിങ്ങോട്ട് വരാറുണ്ടാ? വരാറില്ല. എന്തിനപ്പ അവിടെ വീട്ടിൽ പോണ്? എന്തിനാ വീടൊക്കെ കാണുന്നത്? അമ്മാവനെ കാണണം തോന്നിയാലേ അവരൊക്കെ ഇങ്ങോട്ട് വരും കേട്ടാ. സങ്കടപ്പെടണ്ട, ഞാൻ പറയാം. അവരൊക്കെ ഞങ്ങൾ പോയിട്ട് അവരവിടെ ഉണ്ടെങ്കിൽ അമ്മാമ്മ പറഞ്ഞു എന്ന് പറയാം കേട്ടാ. കാണണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാറുണ്ടാ? മനസ്സിൽ ദൈവത്തിനെ പ്രാർത്ഥിക്കാറുണ്ട്? ദൈവത്തിനെ വിളിക്കുന്നില്ലേ? ദൈവം കേൾക്കുന്നുണ്ട്. നല്ലതായിട്ട് സമാധാനമായിട്ടിരിക്കണം കേട്ടാ. ഞാൻ ചോദിക്കുന്നതേ, ഈ മക്കള് കുടിച്ചിട്ട് വരുന്നൊക്കെ പറഞ്ഞു. അവര് വീട്ടിൽ അമ്മാമ്മ അവിടെ വീട്ടിലെപ്പോഴും കുടിക്കും അവര്? അതെ, അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞമ്മ. അവരൊക്കെ നന്നായി നോക്കിയിട്ടില്ലേ അമ്മാമ്മ ആദ്യം ചെറുപ്പത്തില്? അവർ വളർത്താനൊക്കെ കർത്താവ് മരിക്കേണ്ടവരെ ഞാനും കുറേ കഷ്ടപ്പെട്ട് അവരെ നോക്കിയിട്ടോ നമുക്ക് കർത്താവ് തന്നത് അങ്ങടെ തന്നെ എടുത്തു. അതിനൊരു കർത്താവിനോടുള്ള പരിഭവം ഒരാളോടില്ല. മക്കളോടൊന്നും വിരോധമില്ല അല്ലേ? കർത്താവ് എനിക്ക് തന്നത് കർത്താവ് എടുത്തോട്ടെ, എനിക്ക് വിരോധമില്ല. അവര് നല്ലോണം പോലെ ജീവിച്ചാൽ മതി. അവരെ മക്കളുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. അവിടേക്ക് കൊണ്ടുപോയാ കല്യാണത്തിനൊക്കെ അമ്മനെ? കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. അത് ശരി. 4 മക്കളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം മരിച്ചു. ആ 4 മക്കൾക്ക് കുട്ടികളൊക്കെ ആയാ? അവർ മക്കളുടെ കല്യാണം കഴിഞ്ഞു. അതെ, അവർക്ക് നല്ല നിലയിലാണ്. നല്ല അപ്പന്മാര് കുടിയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവരുടെ മക്കളൊക്കെ നല്ല നിലയിലുണ്ടോ? അവരെ നടക്കുന്നുണ്ടല്ലേ? അവർക്ക് അമ്മാവനെ കാണുന്ന തോന്നാറുണ്ട്? അവരിടയ്ക്ക് വരൂല്ലേ? അല്ല, അവിടെ ചെന്നിട്ട് അവരെ കൂടെ താമസിപ്പിച്ചിട്ട് ഒരു ബുദ്ധിമുട്ട് വേണ്ട അല്ലേ? അതെ, അവരെ കൂടെ ഇരിക്കാനായിട്ട് മരുമക്കളല്ലേ, ഇവര് കുടിച്ചു വരുമ്പോ എന്നോട് ആലോചിക്കും തോന്നാ. അവർക്ക് തള്ള വളർത്തിണ്ടാക്കിയ മക്കള് പിടിച്ചു വന്നിട്ട് ഞങ്ങൾ തിക്കുന്നേരം കൂടണം. അപ്പം അവർക്ക് എന്നോടൊരു വിഷമം. അപ്പം പള്ളിക്കാർ പറഞ്ഞ് അമ്മമ്മേരെ 4 മക്കളുടെ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പം മരിച്ചില്ലേ, ഇനി അമ്മമ്മ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കെന്ന് പറഞ്ഞു. നന്നായത് ഇവിടെ വന്നത് നന്നായി. ഇവിടെ ആരും അമ്മമ്മോട് എന്നോട് ഒരാളും ആലോചിക്കത്തില്ല. വല്യച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്. ഇപ്പൊ വല്യച്ഛനൊക്കെ അവിടെ ഉണ്ടാ? വല്യച്ഛൻ്റെ ഇവിടെ വല്യച്ഛനൊക്കെ ഉണ്ട്. ആ കൈ വല്യച്ഛൻ്റെ വല്യച്ഛൻ്റെ മക്കളില്ലാത്തോണ്ട് ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ ഈ ഗതി വരില്ല എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? അവിടെ കൊച്ചു വേണം. അതില്ലാത്ത മനസ്സിലല്ല എന്ത് ചെയ്യാൻ പറ്റും, ചാകാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ നമുക്ക് ഇപ്പൊ മക്കളില്ലാത്തോണ്ട് അങ്ങനെ തോന്നണം. മക്കളുണ്ടായിട്ട് മക്കൾ നോക്കാതെ വന്ന് കിടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഇപ്പോൾ സ്വന്തം മക്കളുണ്ടായിട്ട് ആ മക്കൾ നോക്കാത്ത അച്ഛനമ്മമാരെ കണ്ടുവിടെ. അത് നമുക്കറിയില്ലല്ലോ. അല്ല, ഞാൻ പറയണ ഇവിടെ ഞാൻ ഇപ്പൊ പരിചയപ്പെട്ടു അവരെ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇപ്പൊ അമ്മമ്മയ്ക്ക് മക്കളില്ലാത്തതിന്റെ വിഷമം, മക്കളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വേണ്ടി വരുന്നില്ല, ആരും ഇല്ലാത്ത ഒരാളില്ല എന്ന് പറയുന്നു. മക്കളുണ്ടായവര് മക്കള് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ അമ്മ പറയുന്നത് നമുക്ക് നേരത്തെ കേട്ടതെന്ന് വളരെ വിഭിന്നമായിട്ടാണ്. കാരണം ഭർത്താവ് അനിയത്തി പറയുന്നത് കേൾക്കുള്ളൂ, മക്കളില്ല. അമ്മ പറയുന്നത് ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആരും ഇല്ലാത്തതായി കിടക്കേണ്ടി വരില്ല, ഞാൻ ആരും നോക്കാനില്ലാതെ കിടക്കേണ്ടി വരില്ല എന്നാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് മറ്റൊരമ്മ പറഞ്ഞത് 3 മക്കളുണ്ട്, പക്ഷെ അവർ നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദുഃഖങ്ങളാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ വിഷമങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പ്രകൃതി നിയമമാണ്. പലപ്പോഴും ഏതോ നിയോഗം കൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധി വന്നു ചേരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പുതിയ തലമുറ അറിയേണ്ടത്, പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത്, ഈ ആർക്ക് എപ്പോൾ ഏത് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ആർക്ക് എപ്പോഴാണ് എന്താണ് വരുന്നതെന്ന് ഒന്നും മുൻകൂട്ടി അറിയിക്കാൻ പറ്റാത്തതാണ്. ഫോട്ടോ അല്ല, അമ്മവനെ ഒന്ന് കാണാൻ വന്നില്ല നമ്മളെല്ലാവരും കൂടി. ശരി എന്നാൽ. എന്താ ആലോചിക്കുന്നത്? സിനിമ കാണാൻ വന്നു. ആ അത് ശരി. ഇഷ്ടമായ സിനിമ? ഇഷ്ടമായി അല്ലേ? എന്താ പേരെന്താണ്? റീത്ത. ആ പിന്നെ ഇപ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞേ, ചേച്ചി പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല, പക്ഷെ നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. സിനിമ ഇഷ്ടമായി എന്ന് മനസ്സിലായി. ഇവിടെ പാട്ടറിയില്ല? ഒരു പാട്ട് പാടി, ഒരു പാട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി. ഏതെങ്കിലും പഠിക്കാം. കേൾക്കണ്ട് ക്ലിയർ ആവുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായി പാടിയുണ്ട് കേട്ടാ, നന്നായി പാടിയുണ്ട്. പാടാ ഈശോ മറിയം ഔസേപ്പേ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമെന്നൊക്കെയല്ലേ, ഇതൊക്കെ മനസ്സിലാവുന്നത്. എന്തിനൊക്കെ അറിയണ്? സങ്കടം വരണ്ട? സങ്കടം വരണ്ട? എന്തിനാണ് കരയണ്? നോക്ക് എൻ്റെ മുഖത്ത് നോക്ക്. എൻ്റെ മുഖത്ത് എന്തിനാ കരയണ്? കരയാൻ പാടില്ല. എന്തിനാ കരയണ്? എന്തിനാ വിഷമം? എന്താ വിഷമം? കരയാൻ പാടില്ല കേട്ടാ. പാട്ട് പറ്റുന്ന കരയാൻ പാടില്ല കേട്ടാ. കരയാൻ പാടില്ല. നമുക്ക് നല്ല ധൈര്യമായിട്ട് ഇരിക്കണ്ടേ? സാരില്ല കരല്ലേ കേട്ടാ. കരണ്ട, കരയാൻ പാടില്ല. അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നത്. അത് കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലല്ലേ കരയാൻ പാടുള്ളൂ. നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കരയാൻ പാടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല ക്ലീനായിട്ട് പാട്ട് പാടി കേൾപ്പിച്ചു കേട്ടാ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് പൊതുവെ പുറത്തുനിന്ന് പലരും അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എപ്പോഴെങ്കിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ ഈ വലിയ ഹൈടെക് ആശുപത്രികളല്ല, ഗവൺമെൻറ് ആശുപത്രികളൊക്കെ ഒന്ന് പോയി നോക്കണം, അവിടെയുള്ള അനുഭവിക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാട് കാണണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ സെൻറ്റ് ജോസഫ്സ് ഓൾഡ് ഏജ് ഹോം പോലെ വൃദ്ധസദനങ്ങൾ, അല്ലെങ്കിൽ അനാഥർക്ക് ആശ്രയം നൽകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് സന്ദർശിക്കുന്നത് സ്വയം ഒരു തിരിച്ചറിവിനുള്ള ഒരു അവസരങ്ങളാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ ചെറുപ്പത്തിൻ്റെ ലഹരിയിൽ, ചെറുപ്പത്തിൻ്റെ സന്തോഷത്തിൽ, ചെറുപ്പത്തിൻ്റെ അഹങ്കാരത്തിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാലമുണ്ട്, വാർദ്ധക്യം അല്ലെങ്കിൽ അനാഥത്വം. അപ്പോൾ അത് പലപ്പോഴും മറന്നു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും അർത്ഥമില്ലാതെ വരുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുന്നിലുള്ള തലമുറ ഏത് വഴിയിലൂടെ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടത് ഒരു സാമ്പത്തിക സഹായത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്നേഹമാണ് പലർക്കും വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ പരിപാടികൾ കാണുന്ന, ഈ സാന്ത്വനം പോലത്തെ പരിപാടികൾ കാണുന്ന പ്രേക്ഷകരിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വല്ലപ്പോഴും ഇത്തരം വൃദ്ധസദനങ്ങളോ അനാഥരെ പരിരക്ഷിക്കുന്ന സ്ഥലങ്ങളോ വന്ന് കാണുക, അവരുമായിട്ട് പരിചയപ്പെടുക. അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സാന്ത്വനം, ഒരു സ്പർശം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, അത് ഒരു വലിയ നിധിയാണ്. നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്.